ഹലോ, എല്ലാവരും എന്തു പറയുന്നു? അപ്പോൾ ഇന്നലത്തെ പായസം നിങ്ങളെല്ലാവരും കണ്ടിരുന്നല്ലോ അല്ലേ? ഇന്ന് രണ്ടാമത്തെ ദിവസം, ഓണം രണ്ടാമത്തെ ദിവസം ഞാനിതാ ഒരു വെറൈറ്റി പായസം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനിതാ പേരക്ക വെച്ചിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. പേരക്കയും മാമ്പഴവും, പഴുത്ത മാങ്ങയും, അതുപോലെ പാൽപ്പായസമാണ്, ശർക്കര പായസമല്ല. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു വലിയ പേരക്ക ചെറുതായി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ മാമ്പഴം ചെറുതായി കട്ട് ചെയ്ത്, പഴുത്ത മാമ്പഴം കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ചവ്വരി, സാബൂനരി, സാഗോ റൈസ് പിന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യും പിന്നെ പാല്, ഫ്രഷ് മിൽക്കാണ്. അതേപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയും. ഞാനൊരു ഉരുളി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഉരുളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ആദ്യം ഇട്ട് കൊടുക്കട്ടെ. അതേപോലെ തന്നെ അതിലോട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച പേരക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി പഞ്ചസാര നല്ലവണ്ണം ഇതിലോട്ട് പിടിക്കട്ടെ. ഇത് നല്ലപോലെ പഞ്ചസാരയിലും നെയ്യിലും കിടന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വെച്ചേക്കാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി എടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ബാക്കി നമുക്ക് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് പായസത്തിലോട്ട് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യട്ടെ. അപ്പം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് തണുക്കാൻ വെച്ച പേരക്കയും മാമ്പഴം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ കുറച്ച് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഞാനിനി ഇത് അരച്ചെടുക്കട്ടെ. പേരക്കയും മാമ്പഴവും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഉരുളിയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പായസത്തിന് ആവശ്യമുള്ള അത്രയും ഫ്രഷ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഈ പാലൊന്ന് തിളക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സാബൂനരിയില്ല, അത് ഇട്ട് കൊടുക്കാം. ഈ പാലൊന്ന് തിളക്കട്ടെ നല്ലപോലെ. പാലിത് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാൻ ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ആവശ്യത്തിന് മതി. ഈ ചവ്വരി ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. പാലിൽ കിടന്ന് നമ്മുടെ സാബൂനരി നല്ലപോലെ വെന്തിട്ടുണ്ട്. ചവ്വരി പാലൊന്ന് കുറുകി വരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് മാറ്റി വെച്ച മാങ്ങയും പേരക്കയുടെ പൾപ്പില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേരക്കയും മാങ്ങയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരച്ചത്. ഇനി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. പാലിൽ കിടന്ന് ഇതെല്ലാം കൂടി ഒന്ന് വേവട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മധുരം നേരത്തെ ചേർത്തിട്ടാണ് പഞ്ചസാരയിലിട്ട് വഴറ്റിയെടുത്തതാണ് പേരക്കയും മാമ്പഴവും. എന്നാലും നമുക്ക് മധുരം കുറവായിരിക്കും. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിലോട്ട് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ.
ഇതൊരു കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. ഞാനൊന്ന് മധുരം നോക്കി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാവേ. അതുപോലെ ഇതാ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചില്ലേ, പഞ്ചസാരയിലിട്ട് വരട്ടിയെടുത്ത് വെച്ച് പേരക്കയും മാമ്പഴവും അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ പേരക്കയും മാമ്പഴവും വെച്ചിട്ടുള്ള പായസം റെഡിയായി. ഞാൻ ഇതിലോട്ട് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു നമ്മുടെ പുഡിങ്ങിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണ് ഉള്ളത് ഇതിപ്പോൾ. ഇത് ശരിക്കും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഈ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ പായസം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ പുതിയൊരു പായസമായിട്ട് നമുക്ക് കാണാം.